മോളെ കഴിക്കാം. ഈ വിളി കേട്ടാ തോന്നുന്നു എന്നോടുള്ള സ്നേഹം കൊണ്ടാന്ന്. വെറുതെയാ. എനിക്കൊരു ചേച്ചിയുണ്ട്. അവള് കാനഡയിൽ പോയ അന്ന് മുതൽ എന്നോട് ആർക്കൊരു വാല്യൂ ഇല്ല. ഉദാഹരണത്തിന് അവള് കാനഡയിൽ നിന്ന് വരുന്ന അന്ന് എന്തൊക്കെ കോലാഹലായിരുന്നു ഇവിടെ. എന്റെ കൊച്ചു എയർപോർട്ടിൽ എത്തിക്കാണോ? ഒന്ന് ഇറങ്ങി പോപ്പേ. എത്ര നാളിന് ശേഷം എന്റെ കൊച്ചു വരുന്നത്. ഇനി ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നു. അമ്മേ വന്നാ പോയി ഡ്രസ്സൊക്കെ മാറിട്ട് വന്നിട്ട് എന്തെങ്കിലും കഴിക്കും. കഴിക്കുന്ന ആഹാരത്തിന്റെ കാര്യത്തിൽ വരെ എന്നോട് ചേച്ചിയോട് പക്ഷഭേദം കാണിക്കാൻ തുടങ്ങി. അവിടെ ഈ നാടൻ ഫുഡ് വല്ലതും കിട്ടുമോ? ഒന്നും കഴിക്കൂല. കുഞ്ഞോളെ, നീ ആ പഴം കഴിക്കില്ലേ? അത് ചേച്ചി കൊടുത്തേക്ക്. നമ്മുടെ പറമ്പിലുണ്ടായതാ. അവിടെ ഇത് വല്ലതും കിട്ടുമോ? കടയിൽ നിന്ന് വാങ്ങിക്കുന്നതല്ലേ എല്ലാം. നിന്നോട് ആ KSFയുടെ പ്രവാസി ചിട്ടി ചേരാൻ പറഞ്ഞിട്ട് ചേർന്നായിരുന്നു മോളെ? ഇല്ലമ്മേ, ചേരണം. ഓൺലൈനായിട്ട് അവിടുന്ന് ചെയ്യാവുന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ. നീ ആ ചിട്ടി ചേർന്നിട്ട് ആ ചിട്ടി പിടിച്ചിട്ട് വേണം നിനക്കൊരു വീട് വെക്കാൻ. അമ്മേച്ചനും പറ്റുന്ന പോലെ സഹായിക്കാം. മനസ്സിലായി. എനിക്കെല്ലാം മനസ്സിലായി. ഇവക്ക് മാത്രം പ്രത്യേകം ഫുഡ്, ചേച്ചിയുടെ റൂമിൽ മാത്രം പ്രത്യേകം AC. ഇപ്പതാ വീട് വെക്കാനുള്ള ഐഡിയയും കൂടി ഇവൾക്ക് മാത്രം പറഞ്ഞു കൊടുക്കണം. എന്റെ പൊന്നു കുഞ്ഞ്, ഞങ്ങൾ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടൊന്നും ഇല്ല. നിനക്കും വീട് വെക്കണോ? നീയും KSFയുടെ ഒരു പ്രവാസി ചിട്ടി ചേര്. ഈ ബാംഗ്ലൂർ ജോലി ചെയ്യുന്ന നമുക്കൊന്നും പ്രവാസി ചിട്ടിയിൽ ചേരാൻ പറ്റില്ലല്ലോ. ആര് പറഞ്ഞു? കേരളത്തിന് പുറത്ത് താമസിക്കുന്ന എല്ലാവർക്കും KSF പ്രവാസി ചിട്ടി ചേരാം. NRK ആയിട്ടുള്ളവർക്കും NRI ആയിട്ടുള്ളവർക്കും. അമ്മ പറഞ്ഞു തരാം. അമ്മയച്ഛന് വേണ്ട പോലെ സഹായിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ എനിക്കറിയായിരുന്നു പണ്ട് മുതലേ അച്ഛനും അമ്മയ്ക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. നീ പോകുമ്പോ ഇവളെയും കൂടെ കാനഡയ്ക്ക് ഉണ്ടോ? ഞാനൊന്നും കൊടുക്കില്ല. അല്ലെങ്കിൽ ഞാൻ വരുന്നുണ്ട് കൂടെ. രണ്ടു കൂടി തുടങ്ങി.